അതെ, നോക്കിക്കഴിഞ്ഞോ? എന്താ? എന്റെ പൊന്നു പെങ്ങളെ, അവൻ നിങ്ങളെ പറ്റിക്കാനായിട്ട് ചുമ്മാ പറഞ്ഞതാ. അവന് നിങ്ങളെ ഇഷ്ടം. എന്താ പറഞ്ഞേ? അയ്യോ, സ്വപ്നമായിരുന്നോ? എന്നാലും ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ? നിരഞ്ജാ, അല്ല, ആരാ ഇടയ്ക്ക് കയറി വന്ന സുന്ദരിക്കുട്ടി? അയ്യോ, സമയം പോയി. ഇന്ന് രാവിലെ ലാഭമുള്ളതാ. ഇന്ന് അവന്റെ വായിരിക്കുന്നത് ഞാൻ മുഴുവൻ കേൾക്കും. ഡാ, ഒറ്റ ഒരെണ്ണം നല്ലതില്ലല്ലോടാ. എല്ലാം ഒരുമാതിരി അമ്മച്ചി ലുക്ക്. നേരാ, വന്ന് ഇപ്പൊ ഇതിനൊക്കെ വലിയ ക്ഷാമമായിരിക്കുന്നു. അയ്യടാ, നീ കൂടുതൽ പറയുന്ന വേണ്ട. ഞങ്ങളൊന്നും അറിയാതെ ഏതോ ഒരു അജ്ഞാതയെ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ദേ അവൻ നീതുവിനെ സെറ്റാക്കി. പിന്നെ ലോലവൻ ആ അണ്ണാങ്കുഞ്ഞിന്റെ മാതിരിയുടെ കിറുക്കിട്ട് നോക്കി നടക്കുന്നു. നിന്റെയൊക്കെ കൂട്ടത്തില് ഇത്രയും സുന്ദരനും സുമുഖനും സൽസ്വഭാവിയായ എനിക്ക് മാത്രം മരുന്നിന് പോലും ഒരുത്തി സെറ്റ് ആവുന്നില്ല. ഞാൻ ഇങ്ങനെ പോയാ പോരെ നിറഞ്ഞു നിന്ന് പോകത്തേ ഉള്ളൂ. നീ വിഷമിക്കാതെ. പോരെ കുറച്ചുകൂടെ വലുതാക്കി പണിയാൻ അമ്മാവനോട് ഞാൻ പറയാടാ. ഒന്ന് പോടാന്നറി. ഇനി അത് പുതുക്കി പണിതിട്ട് വേണം അച്ഛൻ കട നിർന്നിട്ട് കെട്ടിയാൽ മതി എന്ന് എന്നോട് പറയാൻ. നീ വിഷമിക്കാതെടാ മച്ചു. നിന്റെ തലയിൽ ഒന്നിനെ ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ അവളെ എത്ര വൈകിയാലും വണ്ടി വെള്ളവും പിടിച്ച് നിന്റെ അടുത്തേക്ക് തന്നെ വന്നിരിക്കും. വള്ളം പിടിച്ചു വരാൻ ആ പെട്ടെന്താ അരത്തിയാണോടാ? വള്ളക്കാരി ആയിരുന്നാലും നീയൻ മോഹവല്ലി എന്നാണല്ലോ. അരത്തിയെങ്കിലും അരത്തി വന്നാ മതിയായിരുന്നു. ഡാ നരഞ്ച, ഡേ മാതിരി. അല്ല, ഇവളെന്താ റിലേ പോയ പോലെ വരുന്നത്? ഇവൾക്കിതെന്തു പറ്റി? ഡാ, നിങ്ങളവളുടെ കാലിലേക്കൊന്ന് നോക്കിയേ. ഒരെണ്ണം റബ്ബർ ചെരുപ്പ്, മറ്റേത്. രാവിലത്തെ സ്വപ്നത്തിന്റെ ഹാങ് ഓവറിൽ ഞാൻ വല്ലാത്തൊരു റൊമാൻറ്റിക് മൂഡിലായിരുന്നു. കൂട്ടത്തില് നരച്ചിട്ട മുഖം അതെന്റെ ഉള്ളില് വല്ലാണ്ട് തങ്ങി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കിളി വർത്തിക്കൊണ്ട് പോകുമ്പോഴാ പിള്ളേരൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നത് പോലെ തോന്നിയത്. ചുറ്റും ഒന്ന് നോക്കി സ്വയം സ്കാൻ ചെയ്തപ്പോഴാ ഇട്ട ചെരുപ്പ് മാറിപ്പോയതാന്ന് അറിഞ്ഞത്. ഞാൻ ചമ്മലോടെ ചുറ്റും നോക്കിയപ്പം അതാ വരുന്നു മനുവേട്ടന്റെ വക കൗണ്ടർ. എടാ നരഞ്ച, നീ അറിഞ്ഞോ? ഇപ്പൊ വന്ന് പെൺകുട്ടികൾക്ക് ഫാഷൻ സെൻസ് കൂടി വരുവാണെന്നാ വലിയ വലിയ സയന്റിസ്റ്റുകൾ പറയുന്നത്. ഇപ്പൊ കാലിലെ ഫാഷൻ മാത്രമേ മാറിയുള്ളൂ. നാളെ ചിലപ്പോ വെറൈറ്റിക്ക് ഇനി തുണിയില്ലാതെ. മിണ്ടാതിരിക്കടാ തെണ്ടി. എന്റെ ഇത് കൈയെടുക്കടാ, എനിക്ക് ശ്വാസം മുട്ടുന്നു. ആകെ നാണക്കേടായി. കാണാത്ത മട്ടില് പോകാം. മാതിരി നശിപ്പിച്ച്. എന്താ നരഞ്ച? അല്ല, ഇതെന്താ ഇങ്ങനൊരു ഫാഷൻ? അത് ഞാൻ ഇന്ന സ്വപ്നത്തിന്റെ അല്ല റൊമാൻറ്റിക് അങ്ങനെ. സ്വപ്നോ? എന്ത് സ്വപ്നം? അതൊന്നുമില്ല. അല്ല, എന്തിനാ വിളിച്ചേ? വെറുതെ. താൻ പൊയ്ക്കോ. എന്നാ ഞാനങ്ങോട്ട്. അല്ല നരഞ്ജൻ. എന്താടോ? അത് തനിക്ക് എനിക്ക് തനിക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? എനിക്ക് എല്ലാവരും ഇഷ്ടമാണല്ലോ. അതല്ല, ഈ പ്രത്യേക ഇഷ്ടമല്ലേ? അങ്ങനെ വല്ലോ? അതെന്തിഷ്ടോ? വന്നേ, നമുക്ക് പോവാം. ഇവിടെ ഒരു പെനാൽറ്റിക്ക് ചാൻസ് ഉണ്ട്. എന്തോ? വാടാ കോപ്പ ഇങ്ങോട്ട്. അത് എടോ, ഈ പ്രേമത്തിനെ കുറിച്ച് തനിക്ക് എന്താ അഭിപ്രായം? ബെസ്റ്റ്. മധുവേ, തനിക്ക് വേറെ ഒന്നും ചോദിക്കാൻ കിട്ടിയില്ലേ? അതെന്താ? ഇദ്ദേഹത്തിന്റെ ഭാഷയില് പ്രേമം ഒരു നേരപ്പോക്കാണ്. തുലിഞ്ഞ പ്രേമം, ധനനഷ്ടം, മാനഹാനി, കഷായം, ഇതൊക്കെയാണ് ഇവന്റെ പ്രേമത്തിനെ കുറിച്ചുള്ള കൺസെപ്റ്റ്. ഈ അലവലാതി എല്ലാം നശിപ്പിക്കും. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ തള്ളി കയറുവാണല്ലോടാ പുല്ലേ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ അല്ലേ പറ്റൂ സേട്ടാ. ശരിക്കും അങ്ങനെയാണോ? എന്തായാലും അവൻ ഇത്രയും കയറ്റി പറഞ്ഞതല്ലേ, പേറ്റിടാം. ആറ്റിറ്റ്യൂഡ് കളയണ്ട. അതെ, പ്രേമം മാങ്ങാത്തൊലി. എനിക്ക് ഓർക്കുമ്പോ തന്നെ ബോധമുള്ള ആരെങ്കിലും പ്രേമിക്കാൻ പോവോ? ഒരു പെണ്ണിനെ പുറകെ നടന്ന് വീഴ്ത്തി അവളുമായിട്ട് റിലേഷൻഷിപ്പിലായിട്ട് പിന്നെ അവൾക്കുള്ളത് മുഴുവൻ കുടുംബം വരെ വിറ്റ് വാങ്ങി കൊടുത്തിട്ട് ഒടുവിൽ നിങ്ങൾ എന്റെ ആങ്ങളെ പോലെ, ഞാൻ നിങ്ങളുടെ പെങ്ങളെ പോലെ എന്നും പറഞ്ഞ് പൊടിയും തട്ടി പോയി കഴിഞ്ഞിട്ട് അവള് പോയതിന്റെ സങ്കടത്തിലിരുന്ന് മാനസമായിനിയും സന്യാസിനിയും പാടി നടക്കാൻ എന്നെ കിട്ടില്ല. ഡാളിയാ, ഒരു ജീരകസോട പറയട്ടെ. നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു. വേണ്ടി വരും മനുവേട്ടാ. പ്രേമത്തിന് ഇത്രയും വലിയ ഡെഫിനിഷൻ പറഞ്ഞതല്ലേ പാവം. ഇതാണ് പ്രേമമെന്ന് തനിക്ക് എങ്ങനെ അറിയാം? തന്നോട് ആര് പറഞ്ഞു ഇതാണ് പ്രേമമെന്ന്? എന്റെ ഫ്രണ്ട്സ് ഒക്കെ കിടന്ന് അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവന്മാരൊക്കെ പറഞ്ഞും കേട്ടിട്ടുണ്ട്. ഓഹോ, അല്ലാണ്ട് സാർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല.
എങ്കിലേ ആദ്യം താനൊന്ന് പ്രേമിക്ക്, എന്നിട്ട് അഭിപ്രായം പറ. അയ്യോ, ഇവന് പെമ്പിള്ളാന്റെ മുഖത്ത് നോക്കാൻ പോലും പേടിയ പെങ്ങളെ. എത്രയോ പെമ്പിള്ളാര് പുറകെ വന്നതാ, എന്നിട്ടും എന്റെ അളിയൻ കുലുങ്ങിയില്ല. പാവം, പേടിയായതുകൊണ്ടാ. പേടി നിന്റെ അപ്പന്. എന്റെ അപ്പന് പേടിയൊന്നുമില്ലാന്ന് വർഷങ്ങൾക്ക് മുമ്പ് തെളിയിച്ചതാ. ഇവിടെ ഒരുത്തനുണ്ട്, ഏതെങ്കിലും ഒരു പെങ്കൊച്ച് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ അറിയാതെ ഒന്ന് കമ്പനി അടിക്കാൻ വന്നാല് അപ്പൊ കണ്ടിട്ട് പിടിപ്പിക്കും. ചോദിക്കുമ്പോ പറയും ആറ്റിറ്റ്യൂഡ് ആണെന്ന്. കൊരങ്ങൻ, പേടിത്തൊണ്ട നിന്റെ അപ്പൂപ്പൻ. അത് നിന്റെയും കൂടി അപ്പൂപ്പനാണടാ പൊട്ട. നെത്തിക്ക്. അപ്പോ നരഞ്ജൻ ഡോക്ടർ ആളൊരു ബാലികേറ മലയാണല്ലേ? ബാലി പോയിട്ടൊരു ബാലിക പോലും കേറിയിട്ടില്ല ഇതുവരെ. ഫ്രഷ് പീസ. ആ, എങ്കില് ഈ ബാലികേറ മലയില് ഞാനൊന്ന് കേറി നോക്കിയാലോ? പെങ്ങളെ, ഞങ്ങൾക്കൊന്നും വ്യക്തമായില്ല. നരഞ്ജൻ മേനോൻ എന്ന ഈ ബാലികേറ മലയുടെ കാര്യം ഞാൻ ഏറ്റുന്നു. ഈ മലയില് മാതിരി കേറുകയും ചെയ്യും, അവിടെ കൂടുകെട്ടി താമസിക്കുകയും ചെയ്യും. എന്തോ? അതായത് രമണ, അവള് നിന്നെയും കൊണ്ടേ പോകൂന്ന്. എന്തോന്ന്? എനിക്ക് തന്നോട് കട്ട പ്രേമാണെന്ന്. ഐ ലവ് യു എന്ന്. ഞാൻ തന്നെയും കൊണ്ടേ പോകൂന്ന്. അപ്പോ പോട്ടെ, മരം കുത്തി മാറാ. ഇതെന്താ ഇപ്പൊ ഇവിടെ നടന്നേ? ആരാ ഇവിടെ പടക്കം പൊട്ടിച്ചേ? കുലുക്കിത്തക്കത്തി കുലുക്കിത്തക്കത്ത. എടാ, അവൾ ഇവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത്? ഞങ്ങളുടെ കുടുംബത്തിന് ഇങ്ങനെ ഒരു സാധനത്തിന്റെ കുറവുണ്ടായിരുന്നു, അതങ്ങ് തീർന്നു കിട്ടി. ഇനി ആറ്റമ്പമ്പ് വീണാലും എന്റെ അളിയൻ പിടിച്ചു നിൽക്കും. കാരണം ഇതിലും വലുതൊന്നും അവൻ ഇനി വരാൻ പോകുന്നില്ല. അളിയാ, കൺഗ്രാറ്റുലേഷൻസ്. അയ്യോ, എനിക്ക് വയ്യേ, എനിക്ക് ചിരിക്കാൻ വയ്യേ. ഈശ്വര, ഈ കടുവേനെ കടിച്ചു പറിക്കോ. മനമോനെ, മുങ്ങുന്നത് അതിന്റെ ആരോഗ്യത്തിന് നല്ലത്. ഇച്ചുവേ, അപ്പോ റൂട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി മാധുരിയോട് നീ എന്താ പറയാൻ പോകുന്നത്? എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. ഒന്ന് പോയടാ ചോക്കറക്കണ്ണ. നീ എന്താ മറുപടിയാ മധുവിന് കൊടുക്കാൻ പോകുന്നത്? ഓപ്ഷൻ എ, നിന്റെ 5-6 പിള്ളേരെ നോക്കി നിന്റെ വായിലിരിക്കുന്ന ചീത്തയും കേട്ട് ഈ ജീവിതം ജീവിച്ചു തീർക്കാൻ എനിക്ക് സമ്മതമാണ്. അതല്ലെങ്കിൽ ഓപ്ഷൻ ബി, മേൽ പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് തീരെ സമ്മതമല്ല. ഏതാണ് ഗുരുജി ലോക്ക് ചെയ്യേണ്ടത്? മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുമെന്ന്. മണിക്കുട്ടിയോട് തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ. പിന്നെ അവൾക്കിനി ഒരു ഉത്തരം കൊടുക്കണം അല്ലേ? ഞാൻ തരാടി മോളെ നിനക്കുള്ള ഉത്തരം. ഇവൻ പഠിക്കൽ കൊണ്ടുവന്ന് കല ഉടക്കുന്ന തോന്നുന്നത്. ഡാ ചെറുക്ക, വേണോല് പോയി വളച്ചോ, ഇല്ലെങ്കിൽ വല്ല ചൊങ്കം ചെക്കന്മാര് കൊത്തിക്കൊണ്ടു പോവളെ. റയർ പീസാ അത്, നിനക്ക് ചേരുവടാ. ഈശ്വര, ഒരാവേശത്തിൽ കയറി അങ്ങ് പ്രേമാണെന്നൊക്കെ പറഞ്ഞു പോയി. ഇനി അങ്ങേര് ഇതിന്റെ പേരിൽ എന്റെ മുടിയാണോ തലയാണോ എന്തോ വെട്ടാൻ പോകുന്നത്. എന്നാലും അത് ഒരു സ്വപ്നത്തിന്റെ ഹാങ് ഓവറിൽ ഇത്രയും ഓവറാവേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ പെണ്ണെ നിനക്ക്? അല്ലേലും അമ്മാവൻ പറയുന്ന പോലെ കൗതുക ലേശം കൂടുതലാണല്ലോ എനിക്ക്. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നീടുള്ള ദിവസങ്ങളിൽ നരഞ്ജൻ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. കൺമുന്നിൽ വന്ന് പെട്ടാലോ മാറിപ്പോകും, സംസാരിക്കാൻ ചെന്നാലോ ഓടിപ്പോകും. ഒരുമാതിരി ചെകുത്താൻ കുരിശു കാണുന്ന പോലെ. ഇതിപ്പോ ഒരാഴ്ചയായി ആ മനംകുത്തി മോഹനന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയിട്ട്. എന്നെ കാണുന്നെന്താ അത്രയ്ക്ക് ബോറാണോ? ഏയ്, ആവശ്യത്തിന് ലുക്കൊക്കെ ഉണ്ടല്ലോ. പിന്നെന്താ, ഇനി അങ്ങേർക്ക് മറ്റേ സ്പാർക്കും കോപ്പും ഒന്നും ഇല്ലേ ആവോ? എന്തേലാവട്ടെ, എനിക്കെന്താ, അങ്ങേർക്ക് എന്നെ കിട്ടാനുള്ള ഭാഗ്യമില്ല, അത്രേ ഉള്ളൂ. അന്ന് ഒരു വൈകുന്നേരമായിരുന്നു, നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഓ, എന്തൊരു മഴയായത്. ബുക്ക് വായിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഇവിടെ ഒന്നും ഒരു പട്ടിക്കുറുക്കനെ പോലും കാണുന്നില്ലല്ലോ. വേഗം പോയേക്കാം, ഇനിയിപ്പോ ലേറ്റ് ആവണ്ട. ഈശ്വര, മഴ കൂടുവാണല്ലോ. ബസ്സും വരുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇങ്ങേരോ? നീ എന്താ ഇറങ്ങാൻ ലേറ്റ് ആയത്? ഞാൻ ലൈബ്രറി കയറിയിട്ട് വന്നപ്പം ലേറ്റ് ആയി. എനിക്ക് തോന്നി. ഞാൻ കുറെ നേരം കോളേജ് ഗേറ്റിന്റെ ഫ്രണ്ടില് നിന്നെ നോക്കി നിന്നായിരുന്നു. ആ, ആണോ? എന്തോന്ന്? ആരെ? ആ, നിന്നെ നോക്കി നിന്നു. നിന്റെ ഫ്രണ്ട്സാ പറഞ്ഞത് നീ ലൈബ്രറിയിലാണെന്ന്. എന്നെ എന്തിനാ നോക്കി നിന്നേ? ഇങ്ങേരിതെന്തിനാ ഈ മാനത്ത് നോക്കി നിൽക്കുന്നത്? ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം ഇനി മുകളിൽ നിന്ന് സാറ്റലൈറ്റ് വഴിയാണോ വരുന്നത്? ഇപ്പോ ഈ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ പോലെ ഈ ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഒന്നിച്ചൊരു1000 മഴ നനയാൻ നിനക്ക് സമ്മതമാണോ? എന്തുവാ ഇയാളിതെന്താ? സാഹിത്യം പറയുവാണോ? കഥ വല്ല എഴുതാൻ പോവാണോ? സമ്മതിക്കില്ല ലേഡി നീ.
എടി ചങ്ങനാശ്ശേരിക്കാരൻ മാധവവർമ്മയുടെ മകൾ മാധുരി വർമ്മയെ എന്നെയും കെട്ടി എന്റെ 4 പിള്ളേരുടെ തള്ളയായി അടിപൊളി ഒരു ലൈഫ് ജീവിച്ചു തീർക്കാൻ നിനക്ക് സമ്മതമാണോന്നോ ചോദിച്ചത്. ഈശ്വര, ഇവർക്കിനി എന്നെ ഇഷ്ടമല്ലേ? അന്ന് വെറുതെ ഒന്ന് പറഞ്ഞതായിരുന്നു. അവന്മാരുടെ വാക്കും കേട്ട് ചാടി തുള്ളിക്ക് പോരുകയും ചെയ്തു. പണിയാവോ? അത് പിന്നെ താനെന്ന് പറഞ്ഞത് സത്യമാണെന്നാ ഞാൻ ഓർത്തത്. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട കേട്ടോ, സാരയില്ല. നരഞ്ച, എന്താടോ? ഈ 4 എന്നുള്ളത് ടിൻസ് ആക്കി തരാൻ പറ്റോ? എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടം. നീ അത് കൊള്ളാലൂടി എണ്ണാൻ തന്നെ. എന്നെ അങ്ങ് പീഡിപ്പിച്ചു കളഞ്ഞല്ലോ. പണ്ടത്തെ പോലെ അല്ല, എനിക്കൊക്കെ നല്ല ടൈമിംഗ് ഉണ്ട്. നമ്മൾ ചിലരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, അത് ഓർമ്മ വേണം. ഓഹോ, വന്നോ വാനരം? ഒന്ന് പോയടാ മരപ്പെട്ടി. മരപ്പെട്ടിയോ? പാലം കടക്കോളം നാരായണ, പാലം കിടന്നപ്പോ കൂരായണ. അല്ലടാ മരംകുത്തി മോറ. പെങ്ങളെ, ഇവന് നിന്നെ കണ്ട അന്ന് മുതൽ ഇഷ്ടം. ചുമ്മാ ആറ്റിറ്റ്യൂഡ് കളിച്ച് നിന്നെ പറ്റിക്കാൻ നടക്കുമായിരുന്നു. അപ്പോഴാ നീ ചെന്ന് അങ്ങോട്ട് കയറി കൊടുത്തത്. അല്ലായിരുന്നെങ്കിൽ വാല് മുറിഞ്ഞൊരു മരംകുത്തി മോറൻ കാമുകനെ നിനക്ക് കാണാൻ ഭാഗ്യം കിട്ടിയാനെ. ഡാ, നീ ഒന്ന് പോയേ, വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നേക്കോ. ആഹാ, ഇപ്പൊ ഞാൻ പുറംപോക്കായല്ലേടാ. നീയല്ലേടാ ഈ പാവം കൊച്ചിന്റെ ദേഹത്ത് വെള്ളം തെറിപ്പിക്കാൻ പറഞ്ഞത്, അവളുടെ ഫ്ലാറ്റ് തപ്പിപ്പോയത്, അവളുടെ മുടി മുറിക്കേണ്ടി വന്നെന്നും പറഞ്ഞ് ഇരുന്ന് മോങ്ങിയത്. എന്നിട്ട് അതിൽ പോയത് എന്റെ മൂക്ക്, എന്റെ ബ്ലഡ്, എന്റെ കാശ്. ഡാളിയ, നാറ്റിക്കല്ലേ പ്ലീസ്. വൈകിട്ട് വയറ് നിറയെ അപ്പവും മുട്ടക്കറിയും വാങ്ങിത്തരാടാ. ആ, അങ്ങനെയാണെങ്കിൽ ശരി. കാമുകനും കാമുകയെ ചെല്ല്, മഴ കൂടുമില്ലെങ്കിൽ. ഈ പ്രായത്തില് മഴ ഒരുപാട് നനയണ്ട. നീ ഇവിടെ കൊണ്ട് ഫ്ലാറ്റിലാക്കിയിട്ട് വാ. ഞാനിവിടെ ഒരിക്കലും നടക്കാത്ത എന്റെ പ്രേമവും അയവിറക്കി ഇവിടെ ഇരിക്കാം. അത് മാത്രമേ അയവിറക്കാവൂ, ബാക്കിയൊന്നും ഇറക്കല്ലേ. ഒന്ന് വിളിച്ചോണ്ട് പോടാ നിന്റെ പെണ്ണിനെയും കൊണ്ട്. അപ്പോ വാടി എണ്ണാ കുഞ്ഞെ, നമുക്കൊരു റൈഡിന് പോകാം. പോകാം. അങ്ങനെ അവരും സെറ്റ്. ഇനി ഞാൻ എന്ത് സെറ്റ് ആവുമോ എന്തോ. ആ മഴയിലെ ബൈക്ക് യാത്ര മുതൽ തുടങ്ങുമായിരുന്നു ഞങ്ങളുടെ ഒന്നിച്ചുള്ള യാത്ര. പിന്നെ ഞങ്ങളുടെ കാലമായിരുന്നു എന്റെ ധരഞ്ജന്റെ പ്രണയകാലം. കൂട്ടത്തില് മനുവേട്ടനും ശബരേട്ടനും ഋഷിയേട്ടനും കട്ടയ്ക്കും കൂടെ ഉണ്ടായിരുന്നു. കോളേജ് മുഴുവൻ ഞങ്ങളുടെ പ്രണയം പാട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു പ്രണയകാലമായിരുന്നു അത്. ഒരിക്കൽ പോലും ധരഞ്ജൻ എന്റെ ഇഷ്ടങ്ങൾക്ക് എതിര് നിന്നിട്ടില്ല. എന്റെ ഇഷ്ടങ്ങളുടെ കൂടെ നിൽക്കും. പ്രണയത്തിൽ അവൻ ഒരിക്കലും എനിക്കൊരു ചങ്ങല പണിത് തന്നിരുന്നില്ല. എന്നെ ഫ്രീ ആയിട്ട് വിട്ടു. എന്റെ ഇഷ്ടങ്ങളെയോ സ്വപ്നങ്ങളെയോ മാറ്റാൻ അവൻ നിന്നില്ല. എന്നും ഒരു നിഴല് പോലെ എന്റെ കൂടെ നിന്നു, എന്റെ പ്രാണനായി. जिसके खातिर मैं था जगा सा, आ तू मेरे ख्वाब सजा जा रे। दिल रोए आई लाही, तू आजा मेरे माही। दिल रोए आई लाही, तू आजा मेरे माही। मेरे माही, मेरे माही, तू आजा मेरे माही। मेरे माही, मेरे माही, तू आजा मेरे माही। आजा मेरे माही, मेरे माही, मेरे माही, तू आजा मेरे माही। मेरे माही, मेरे माही, तू आजा मेरे माही।
അങ്ങനെ മാസങ്ങൾ കുറച്ചധികം കടന്നുപോയി. എൻ്റെ എക്സാം കഴിഞ്ഞ് ഞാൻ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുമായിരുന്നു. പക്ഷേ അപ്പോഴാണ് അമ്മാവന് സുഖമില്ല എന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് വിളി വന്നത്. നിരഞ്ജന്റെ എക്സാം കഴിഞ്ഞതുകൊണ്ട് അവൻ നേരത്തെ ഡൽഹിക്ക് പോയി. ഞാനും പോകാനിരുന്നതാ. പക്ഷേ പ്രോജക്ട് സബ്മിഷൻ വന്നതുകൊണ്ട് അവനൊപ്പം എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ മനോവേട്ടനൊപ്പം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അമ്മാവന് വയ്യാന്ന് ഞാൻ നിരഞ്ജനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പോകാൻ നിന്ന മനോവേട്ടനെ എന്നെയും നിരഞ്ജൻ തന്നെയാണ് ഒന്നിച്ചു പോയി വരാൻ പറഞ്ഞു വിട്ടത്. പക്ഷേ അന്ന് മനോവേട്ട ഈ ബസ്സല്ലേ? ആ ഇത് തന്നെ, ബാംഗ്ലൂർ ടു കോട്ടയം. നീ കയറിക്കോ, ഞാൻ പോയി 2 ബോട്ടിൽ വെള്ളം മേടിച്ചിട്ട് തരാം. ആ ശരി. സീറ്റ് നമ്പർ 12, 13. ഇത് 3 പേർക്കുള്ള സീറ്റാണല്ലോ. ആരാണോ എന്തോ സീറ്റ് നമ്പർ 11, അതും വിൻഡോ സീറ്റ്. മധു വേഗം കയറി ഇരിക്ക്, ബസ് എടുക്കുക. ആ മനോവേട്ട, ഞാൻ ഈ സീറ്റിൽ ആരാന്ന് നോക്കുമായിരുന്നു. ആ വരാനുള്ളവരാണെങ്കിൽ വന്നോളും, നീ കയറി ഇരിക്ക്. ആ അമ്മേ. മധു സൂക്ഷിച്ചു. ആരാണോ എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? ഇങ്ങനെയാണോ ബ്രേക്ക് ഇടുന്നത്? ഓ ഐ ആം റിയലി സോറി. ഇവൻ ആരെയും നോക്കുന്നത്? ഇതാ കുട്ടിയല്ലേ ഞാൻ സ്വപ്നത്തിൽ കണ്ട? ഇതെങ്ങനെ ശരിക്കും? ഈശ്വര പ്ലീസ്, ഇവിടെ തന്നെ ആയിരിക്കണേ ആ കൊച്ചിന്റെ സീറ്റ്, പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്റെ പൊന്ന് മനോവേട്ട, നിങ്ങൾ എന്തോയി കാണിക്കുന്നത്? എന്താന്നറിയില്ല മധു, ഒരു ഉൾവിളി പോലെ. അതാണ് ഞാൻ കാത്തിരുന്ന എന്റെ ആള്. ആഹാ ബെസ്റ്റ്. ഇതെല്ലാ പെമ്പിള്ളേരെ കാണുമ്പോഴും ഉള്ളതല്ലേ? ഏയ് ഇതാത്തല്ല, നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. നല്ല ചെമ്പകപ്പൂവിന്റെ നിറം, വിടർന്ന മാൻമിഴി കണ്ണുകൾ, ചിരിക്കുമ്പോ മുത്തു പൊഴിയും പോലെ. ഇതൊക്കെയാണ് പെണ്ണ്, അല്ലാണ്ട് ഒരുമാതിരി സ്ഫടിക പാത്രം പോലെയല്ല. ഇത് കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഈശ്വര, ആ കൊച്ചിവിടെ വന്ന് എന്റെ തൊട്ടടുത്തിരിക്കണേ പ്ലീസ്, വേറൊന്നും വേണ്ട എനിക്ക്. എക്സ്ക്യൂസ് മീ. യെസ്. സീറ്റ് നമ്പർ 11 അതെന്റെ സീറ്റാ, ഞാൻ ഇരുന്നോട്ടെ? ആ പിന്നെന്താ. പ്രാർത്ഥന ദൈവം കേട്ടല്ലോ മനോവേട്ട. കേൾക്കാതെ എവിടെ പോകാൻ? വേണമെങ്കിൽ ഞാനൊരു തപസ് വരെ. അതൊക്കെ റിസ്കാ, വേണ്ട. നേർച്ച വരെ ഞാൻ കഴിപ്പിക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ഹലോ അച്ഛാ. ആ ബസ് കിട്ടി. ഞാൻ നാഗമ്പടത്ത് വന്നിട്ട് ബസ്സിൽ അങ്ങ് വന്നോളാം. ആ വെളുപ്പിനെത്തും. ഷോ എന്തൊരു ക്യൂട്ടാണല്ലേ സൗണ്ട്. ഓ എന്റെ മനോവേട്ട, ഒന്ന് പയ്യെ പറ, ആ കൊച്ചു കേക്കും. ആ ഞാൻ കഴിച്ചിട്ട് ഇറങ്ങി, എന്നാലും വിശക്കുന്നുണ്ട്. ഞാൻ ലേസ് മേടിച്ചാ. ആ വിളിക്കാം. ആ ശരി അച്ഛാ. ഹായ് ഹായ്. ഹലോ. ആ ഹലോ. കുറച്ച് ആക്രാന്തം കൂടി പോയല്ലേടി. ലേശം ഒരു പൊടിക്ക് കുറയ്ക്കായിരുന്നു. എന്റെ പൊന്നു മനോവേട്ട, നിങ്ങൾ ആ കൊച്ചിനെ അങ്ങനെ നോക്കാതെ അത് അവിടെ കിടന്ന് പ്രസവിക്കുമല്ലോ. എങ്കില് ആ ഗർഭം ഞാൻ ഏറ്റെടുത്തോളാം. നിങ്ങൾ എനിക്ക് തല്ല് വാങ്ങി തരുമോ മനോവേട്ട? എന്താ ഒരു ശാലീനത. നീ ഒന്ന് നോക്കിയേ, ആ ചുണ്ട് കണ്ടോ, തേൻ ഒഴുകുന്ന പോലെയില്ലേ? ആ കണ്ണ് കണ്ടോ, വണ്ട് മുരളുന്ന പോലെയില്ലേ? ആ ഇരിപ്പ് കണ്ടോ, അപ്സരസ് തോറ്റുപോകും. ആ കൊച്ചു കേൾക്കും മനോവേട്ട. അവള് ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടടി പൊട്ടി. ചേട്ടായി. ആ എന്തോ എന്താണോ? താങ്ക് യു സോ മച്ച്. എന്തിന്? ആദ്യമായിട്ടാ ഒരാൾ എന്നെ ഇത്രയ്ക്കങ്ങ് വർണ്ണിക്കുന്നത്. വയലാർ എഴുതോ ഇതുപോലെ? ഷോ ആണോ? എനിക്ക് എന്നെ കൊണ്ട് എന്നെ വയ്യ. അപ്പൊ കൊച്ചത് കേട്ടോ? ഞാൻ ഹെഡ്സെറ്റ് വെച്ചു, പക്ഷേ പാട്ട് വെച്ചില്ലായിരുന്നു. ബൈ ദ ബൈ, കുട്ടി മലയാളിയാണോ? ഏയ് അല്ല, എനിക്ക് മലയാളം തീരെ അറിയത്തില്ല. ചൈനീസ് മാത്രമേ അറിയൂ. ഷോ അങ്ങനെ പറ. അതുകൊണ്ടല്ലേ, ഇല്ലായിരുന്നേൽ എപ്പോഴേ മര്യാദയ്ക്ക് ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് വെച്ച സമയത്ത് വല്ല ചൈനീസ് വെച്ച് പഠിച്ചാൽ മതിയായിരുന്നു. അല്ല അപ്പൊ ഇപ്പൊ എന്താ പറഞ്ഞേ? എനിക്ക് മലയാളം തീരെ അറിയില്ല എന്ന്. ഓഹോ, ആക്കിയതായിരുന്നല്ലേ? ആക്കിയ പോലെ തന്നെ. താൻ കോട്ടയത്തേക്കല്ലേ? അല്ലാണ്ട് ഈ വണ്ടി ഇറാഖിലേക്കൊന്നും അല്ലല്ലോ. ഡി മധു, ഇതൊരു നടക്ക് പോവൂല. വല്ല ആവശ്യം ഉണ്ടായിരുന്ന മനോവേട്ട? നീ പൊടി അണ്ണാമുഞ്ഞെ. എനിവേ ഇത് തെളിഞ്ഞിട്ടില്ലല്ലോ. ആ കൊച്ചിന്റെ പേരെന്താണാവോ? മാഞ്ഞു പോയിട്ടുണ്ടല്ലോ ഇത്. ഞാൻ മാധുരി വർമ്മ, മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. മധു എന്ന് വിളിക്കും. ഹലോ, ചേട്ടായുടെ പേരെന്താ? മാനവ് മേനോൻ. ഞാനും മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. ഡോക്ടർ ആവോ ഇല്ലേന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് പറയാം. നിങ്ങള് ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിലാണോ പഠിക്കുന്നത്? അതെല്ലോ. മോളോ? ഞാൻ അതിന്റെ അടുത്തുള്ള ഫാഷൻ ഡിസൈനിങ് കോളേജിൽ പഠിക്കുക, ഫസ്റ്റ് ഇയറാ. ഇത്രയും അടുത്ത് ഇതുപോലൊരു കൊച്ചുണ്ടായിട്ട് ഞാനും അവന്മാരും അറിഞ്ഞില്ലല്ലോ കർത്താവേ. ദിസ് ഇസ് ടു മച്ച് കർത്താവേ.
ഒന്നുമില്ലേലും 1 രൂപ നേർച്ചയിട്ട് തരുന്നില്ലേ ഞാൻ. ആ സ്നേഹം കാണിക്കായിരുന്നു എന്നോട്. പിന്നെ ചേച്ചിയുടെ സ്ഥലം ഏതാ? ചങ്ങനാശ്ശേരി. ഞാൻ എന്റെ അമ്മാവന്റെ കൂടെ താമസം. പാരന്റ്സ് പുറത്താ. മോളുടെയോ? എന്റെ പാരന്റ്സ് അകത്താ. അകത്തെന്ന് വെച്ചാല് വല്ല ജയിലിലാണോ ദൈവമേ? ഇനി വല്ല റിപ്പർ സുനീരോ മട്ടാഞ്ചേരി മാർട്ടിന്റെ പെങ്ങളെങ്ങാനോ ആണോ ഇവള്? അച്ഛനും അമ്മയും നാട്ടിലാ. ഒരു ചേച്ചിയുണ്ട്, ഡിഗ്രി ചെയ്യുന്നു. ഓ ഭാഗ്യം. അംഗഭംഗത്തിന് ചാൻസ് ഇല്ല, ആങ്ങളേ ഇല്ല. നിങ്ങൾക്കിപ്പോ എന്താ ലീവാണോ മാതിരി ചേച്ചി? ആ അതേടാ ലീവാ, അതുകൊണ്ട് നാട്ടിൽ പോവാ. എന്റെ അമ്മാവന് തീരെ വയ്യ, അതുകൊണ്ട് ഒന്ന് കാണാൻ പോകുന്നതാ. ഞാൻ കുറച്ചു ദിവസം കഴിയുമ്പം ഡൽഹിക്ക് തിരികെ പോകും, അച്ഛനും അമ്മയുടെ അടുത്തേക്ക്. ആണോ? അപ്പോ ഈ ചേട്ടനോ? ആ പറഞ്ഞു വരുമ്പോ ഇതെന്റെ ഏട്ടത്തിയിട്ട് വരും. എന്റെ കസിൻ വിവാഹം ചെയ്യാൻ പോകുന്ന ആളാ. ഞാൻ സിംഗിൾ ആണ് കേട്ടോ. ആണോ? എങ്കിലേ ചേട്ടായിക്ക് എത്രയും വേഗം നല്ലൊരു കുട്ടിയെ കിട്ടട്ടെ. ഏയ് അത് വേണ്ട, എനിക്കുള്ളതിനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. വേണമെങ്കിൽ കുട്ടി ഒരു ആപ്ലിക്കേഷൻ തന്നേക്ക്, ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ചേട്ടായി ആള് കൊള്ളാലോ. ശോ, പോ അങ്ങോട്ട്. ഈ കൊച്ചിന്റെ ഒരു കാര്യം. കളിയും ചിരിയും തമാശയുമായി ഞങ്ങൾ 3 പേരും യാത്ര തിരിച്ചു. എനിക്കെന്തോ എന്റെ തൊട്ടരികിലിരുന്ന് കലപില സംസാരിക്കുന്ന ആ കിളിക്കാമ്പെട്ടിയോട് എന്തെന്നില്ലാത്തൊരു സ്നേഹമോ വാത്സല്യമോ തോന്നിപ്പോയി. മനുവേട്ടനും അങ്ങനെ തന്നെ. ഇതുവരെ ആരോടും കാണിക്കാത്തൊരു തരം സ്നേഹം മനുവേട്ടനും അവളോടുണ്ടായിരുന്നു. ആ കള്ളിപ്പറവനെ കണ്ട ആർക്കും ഒന്ന് നുള്ളി നോവിക്കാൻ പോലും തോന്നില്ല. അത്രയ്ക്ക് നിഷ്കളങ്കമായിരുന്നു അവളുടെ ഓരോ പ്രവൃത്തിയും. 2 പെണ്ണുങ്ങൾ ചേർന്നാല് ലോകം കീഴ്മേൽ മറിയും എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെയായിരുന്നു ഞാനും അവളും. എനിക്കെന്തോ അവളെ അവളുടെ പേര് വിളിക്കാൻ തോന്നിയില്ല. പണ്ടെപ്പോഴോ അമ്മയുടെ വയറ്റില് മൊട്ടിട്ടിട്ട് വിരിയാതെ പോയൊരു കുഞ്ഞനിയനോ അനിയത്തിയോ എനിക്കും ഉണ്ടായിരുന്നു. അതൊരു അനിയത്തിയായിരുന്നേല് അവളുടെ പ്രായമായിരുന്നേനെന്ന് അന്ന് ഞാൻ ഓർത്തായിരുന്നു. എന്റെ അനിയത്തെ വിളിക്കാൻ വെച്ചിരുന്ന ആ പേര് ഞാൻ അവളെ വിളിച്ചു. വാവ. മാധുരിയുടെ സ്വന്തം വാവ. വാവ, മാധുരിയുടെ സ്വന്തം വാവ. അത് ഞാനായിരുന്നെങ്കിലെന്ന് കൊതിച്ചു പോവാ മാധുരേച്ചി. നീ മാത്ര എന്ന് എന്റെ വാവ. മറ്റാർക്കും ആ സ്ഥാനം മാധുരി കൊടുക്കില്ല. അന്ന് വെളുക്കുവോളം ഞാനും ഭാവയെ സംസാരിച്ചിരുന്നു. ഇടയ്ക്കെപ്പോഴോ അവൾ എന്റെ നെഞ്ചിൽ തല വെച്ച് എന്നെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. അതൊക്കെ എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. ഒരു ചേച്ചി എന്നതിലപ്പുറം അമ്മ എന്നൊരവസ്ഥയായിരുന്നു എന്നിലേക്ക് കടന്നു കയറിയത്. അവളെ ചേർത്ത് പിടിച്ച് ഞാൻ ഉറങ്ങി. ഹലോ ഹലോ, ഇറങ്ങുന്നില്ലേ രണ്ടാളും? കോട്ടയം എത്തി. ഓ, ഉറങ്ങിപ്പോയി ചേട്ടായി. കുറെ ദിവസം കൂടി സുഖമായിട്ടൊന്ന് ഉറങ്ങി. അപ്പോ വാവേ, ഇനി എന്താ കാണുക? ഇപ്പൊ നമ്മളെ കൂട്ടിമുട്ടിച്ചത് വിധിയല്ലേ? ഇനിയും കാണണമെന്ന് വിധി ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുമുട്ടും അല്ലേ ചേട്ടായി? പിന്നല്ല, കണ്ടുമുട്ടാതെ എവിടെ പോകാൻ? വാവയുടെ നമ്പർ ഒന്ന് തരുമോ? പറ്റുമെങ്കിൽ തിരിച്ചു പോകുമ്പോ നമുക്ക് ഒന്നിച്ചു പോകാം. ആ പിന്നെന്താ, തരാലോ. എങ്കില് എനിക്കൂടെ തന്നേക്ക്. എനിക്കാണെങ്കിൽ ഫാഷൻ സെൻസ് തീരെ ഇല്ല. അപ്പൊ പിന്നെ ഫാഷനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാലോ. സംശയം മാത്രമേ ചോദിക്കാവൂ. ഇനി അതല്ല വേറെ എന്തിനെങ്കിലും ആണെങ്കിൽ പിന്നെ എണീറ്റ് നടക്കുന്ന കാര്യത്തില് കുറച്ച് സംശയമായിരിക്കും. എനിക്ക് നമ്പര് വേണ്ട. ഞാൻ ഇങ്ങനെ ഓൾഡ് ഫാഷനൊക്കെ നോക്കി നടന്നോളാം. അപ്പൊ ശരിയാണോ? നമുക്ക് വീഡിയോണ്ടേലും വീണ്ടും കാണാം. മധു, പോയാലോ? അപ്പോ മധുച്ചി, ഇതാ എന്റെ നമ്പര്. ഞാൻ പോവുകയാണേ, ബസ് വരാറായി. തിരിച്ചു പോകുമ്പോ വിളിക്കുക കേട്ടോ. ശരി വാവേ, വിളിക്കുക കേട്ടോ. അവൾ എന്റെ അടുത്ത് നിന്ന് പോയെങ്കിലും ആ മണം, ആ ചിരി, ആ വർത്താനം എല്ലാം എന്നെ ചുറ്റി പിണഞ്ഞു കിടന്നു. നരഞ്ച വിളിച്ചപ്പം അവനോടും പറഞ്ഞായിരുന്നു എനിക്കൊരു കുപ്പിച്ചില്ല് പൊട്ടിത്തെറിച്ച പോലെ ഒരു കൊച്ചിനെ കിട്ടിയെന്ന്. അവൻ അത് കേൾക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. അമ്മാവന് പറയത്തക്ക പ്രശ്നങ്ങളൊന്നും അപ്പോൾ ഉണ്ടായിരുന്നില്ല. അമ്മാവനെ നോക്കാൻ വേണ്ടി അമ്മാവന്റെ ഒരു കൂട്ടുകാരൻ ശേഖരനായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മാവന് കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നിയപ്പം കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഡൽഹിക്ക് പോയി. അവിടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവിടെ എത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ നരഞ്ചൻ എന്നെ കാണാൻ വന്നു. അന്ന് നല്ല മഴയുള്ളൊരു വൈകുന്നേരമായിരുന്നു. മധു, എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ നരഞ്ച? എനിക്ക് തോന്നി നിനക്കെന്നോടെന്തോ പറയാനുണ്ടെന്ന്. എനിക്ക് കാനഡയിൽ പഠിക്കാൻ പോകാനുള്ള സ്കോളർഷിപ്പ് കിട്ടിയ കാര്യം നിനക്കറിയാലോ? അറിയാം. അതിനിപ്പോ എന്താ? എനിക്ക് അടുത്ത ആഴ്ച അവിടേക്ക് ചെല്ലണം. നാളെ മെഡിക്കൽ എക്സാം റിസൾട്ട് വരുമല്ലോ. എനിക്ക് പേപ്പർ എല്ലാം കിട്ടുമെന്ന് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പോകേണ്ടി വരും മധു. ആ, അതിനിപ്പോ എന്താ? നല്ല കാര്യമല്ലേ, പോണം. എനിക്ക് നിന്നെ വിട്ടു പോകാൻ തോന്നുന്നില്ലടി. സത്യം, സ്നേഹിച്ചും കണ്ടും കൂത്തി പോലും തീർന്നിട്ടില്ല. ഏയ് ഏയ് നരഞ്ച, ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്കാൻ. കുറച്ചു നാളത്തെ കാര്യമല്ലേ ഉള്ളൂ. നമുക്ക് ഒന്നിച്ച് ജീവിക്കണ്ടേ? അതിന് ജോലി വേണം, വിദ്യാഭ്യാസവും വേണം.
നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ. ഇപ്പൊ ഇത്തിരി വേദനിച്ചാലും നാളെ ഒരു കാലത്ത് നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ലേ? അതോർത്ത് നോക്ക്. എനിക്കെല്ലാം അറിയാടി. പക്ഷെ നിന്നെ തനിച്ചാക്കി ഞാൻ എങ്ങനെ അവിടെ? ആര് പറഞ്ഞു ഞാൻ ഇവിടെ തനിച്ചാണെന്ന്? എനിക്കിവിടെ സഹായത്തിന് മനേട്ടനൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ എന്റെ വാവയുണ്ട്. ഓഹോ, അതിനെ നീ അങ്ങ് ദത്തെടുത്തോ? എന്നെക്കാളും സ്നേഹമാണല്ലോ അതിനോട്. എന്താന്നറിയില്ല, എനിക്ക് അവളെ അങ്ങ് ഒരുപാട് ഇഷ്ടായി. നീ എന്റെ ചേട്ടനോ വല്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ നിനക്ക് ആലോചിച്ചേനെ. ഡേ പെണ്ണെ, നീ മേടിക്കുക എന്റെ കയ്യിന്ന്. മിക്കവാറും ഞാൻ അവളെ എന്റെ മനവേട്ടനെ ആലോചിക്കും. നമ്മുടെ മാനവ് മേനോന് ആ കുട്ടിയോട് ഒരു ചായവില്ലേന്ന് എനിക്കൊരു സംശയം. എല്ലാരോടും ഈ ചായവ് പുള്ളിക്ക് ഉണ്ടല്ലോ, അതോടെ നോക്കിയിട്ട് ഞാൻ ആലോചിക്കും. അത് നീ എന്താന്ന് വെച്ചാ നോക്ക്. ഞാൻ തിരികെ വന്നു കഴിഞ്ഞാല് ഉടനെ നമ്മുടെ കല്യാണം. കല്യാണോ? അതാദ്യം നമ്മുടെ വീട്ടുകാർ സമ്മതിക്കണ്ടേ, എന്നിട്ടല്ലേ? എന്റെ വീട്ടില് കുഴപ്പമൊന്നും കാണില്ല. ഇനി നിന്റെ വീട്ടില് പ്രശ്നമാണെങ്കിൽ നമുക്ക് ഒളിച്ചോടാടി. അയ്യടാ, പറഞ്ഞപ്പോ അങ്ങ് തീർന്നു. നമ്മള് കല്യാണം കഴിച്ച് നമുക്കൊരു മോളുണ്ടായി അവള് വല്ലവന്റെയും കൂടെ പോയാല് നമുക്ക് സഹിക്കോ? ഇല്ലല്ലോ. അപ്പൊ കുറച്ച് കാത്തിരുന്നാലും ശരി, എല്ലാവരുടെ അനുഗ്രഹത്തോടെ നമുക്ക് കേട്ടാം. ഈ താലി എന്ന് പറയുന്നത് ഒരു ചരട് മാത്രമല്ല. ഓഹോ, പിന്നെ എന്താണാവോ? താലി എന്ന് പറയുന്നത് ഒരു വാഗ്ദാനം. പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും ഒരാളുടെ കുറവുകളും കുറ്റങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി പരസ്പരം തുണയായി ഒന്നിച്ച് ജീവിച്ചോളാം എന്നൊരു വാക്ക് കൊടുക്കൽ. അതിൽ അച്ഛനമ്മമാരുടെ അനുഗ്രഹം ഉണ്ടായാലേ പൂർണ്ണത ഉണ്ടാവുള്ളൂ. ഭാര്യ ഭർത്താവിന് തല കുനിക്കാൻ അവളുടെ പേരിൽ ഒരു അവസരം കൊടുക്കാതെ ചേർത്ത് നിർത്തുന്നതും ഭർത്താവ് അവളെ സംരക്ഷിച്ചു പോകുന്നതും ഒരു വിധത്തില് നമുക്ക് ജന്മം തന്നവരോടുള്ള നമ്മുടെ കടമ നിറവേറ്റുന്നത് കൂടിയാണ്. താലിയോ കല്യാണമോ ഒന്നും എടുത്തു ചാടി ചെയ്യേണ്ട ഒരു കാര്യമല്ല നരജ. ഓ, എന്റെ പൊന്നു ഭാര്യയെ ഞാൻ ഒന്നും പറഞ്ഞില്ല. തെറ്റ്, അങ്ങനെ വിളിക്കരുത്. നിന്റെ പേര് എഴുതിയ താലി എന്റെ കഴുത്തിൽ കയറാത്ത നാൾ വരെ ഞാൻ നിന്റെ ഭാര്യയല്ല, കാമുകി മാത്രമാണ്. അതിലുപരി ഞാൻ എന്റെ അച്ഛന്റെ അമ്മയുടെ മകളാണ്. നിന്റേതാകുന്നത് വരെ എനിക്ക് ആ ലേബല് മതി. നിനക്ക് വിധിച്ചവൾ ഞാനാണെങ്കിൽ ഞാൻ നിന്റെയിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും നരജ. എന്നാൽ അത് മറ്റൊരാളാണെങ്കിൽ... ഏയ് മധു, വേണ്ട, നിർത്തിക്കേ. എനിക്ക് നിന്നെ ഇഷ്ടം. ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാ. നീയാ എന്റെ എല്ലാം. നിന്നെ വിട്ട് നിന്നെ മറന്ന് എനിക്കൊരു ജീവിതം വേണ്ടടി. എനിക്ക് പറ്റില്ല അത്. നരജ, I love you. I love you so much. And I'm gonna miss you, man. ലവ് യു ടു മധു. ഞാൻ വരും നിനക്ക് വേണ്ടി. വിഷമിക്കണ്ട, ഞാൻ എന്നെ വിളിക്കും. കാത്തിരിക്കണം നീ എനിക്ക് വേണ്ടി. കാത്തിരിക്കും ഞാൻ നിന്റെ തിരിച്ചു വരവിനായി. അപ്പോൾ നിങ്ങൾക്കിടയിൽ വിളിക്കാതെ വന്ന അതിഥി ഞാനാണല്ലേ? ഇത്രയേറെ അയാൾ മധുവേച്ചിയെ സ്നേഹിച്ചിട്ട് എന്തിനാ ദൈവമേ നീ അവരെ? ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി. നരജൻ കാനഡയിലേക്ക് പോയി കഴിഞ്ഞ് ഞാനും നാട്ടിലേക്ക് പോയി. കുറച്ചു ദിവസം അമ്മാവനൊപ്പം അവിടെ നിന്ന ശേഷം ഞാൻ ബാംഗ്ലൂരിൽ തിരികെ പോകാൻ വണ്ടി കയറി. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയി ബാംഗ്ലൂർ ചെന്നിറങ്ങിയപ്പോൾ ഞാൻ എന്റെ വാവയെ കണ്ടു. വാവേ, ആ മധുവേച്ചി വരുന്ന വഴിയാണോ? അതെ വാവേ, നീ എന്താ ഇവിടെ? ഞാൻ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കാൻ ഒരു സ്ഥലം നോക്കി ഇറങ്ങിയതാ. ഹോസ്റ്റല് ശരിയാവുന്നില്ല, ഫുഡും മോശം, തീരെ സൗകര്യവും ഇല്ല. എന്നിട്ട് ശരിയായോ? എവിടെന്ന്? മുടിഞ്ഞ റേറ്റാ മധുവേച്ചി. മാത്രമല്ല, ഞാൻ ഇങ്ങനെ പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കുവാണെന്നൊക്കെ അമ്മ അറിഞ്ഞാലേ എന്നെ തല്ലിക്കൊല്ലും. കാലം വല്ലാത്ത ആരെ വിശ്വസിക്കും എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് ഹോസ്റ്റലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് കരുതി. അപ്പോ ഹോസ്റ്റലിൽ തന്നെ നിൽക്കാനാണോ പ്ലാൻ? അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ മധുവേച്ചി? എന്റെ കൂടെ വരുന്നോ? എന്റെ ഫ്ലാറ്റില് ഞാൻ ഒറ്റയ്ക്ക. ഇടയ്ക്ക് എന്റെ ബോയ് ഫ്രണ്ട് വരുമായിരുന്നു. അവനിപ്പോ കാനഡയ്ക്ക് പോയി. സോ ഞാൻ ഒറ്റയ്ക്ക. വാവ വരുന്നോ എന്റെ കൂടെ? അത് മധുവേച്ചി, ചേച്ചിക്കതൊരു ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടില്ല. നീ ചെന്ന് പെട്ടി ഇടയ്ക്ക് എല്ലാം പാക്ക് ചെയ്തിട്ട് വാ, നമുക്ക് പോകാം. എന്നാലും മധുവേച്ചി... ഓരെന്നാലും ഇല്ല, വാവ പറയുന്നത് അങ്ങ് കേട്ടാ മതി. ചെല്ല്. ഞാൻ തന്നെയാണ് വാവയെ നിർബന്ധിച്ച് എന്റെ കൂടെ കൊണ്ട് നിർത്തിയത്. അവള് വന്നതോടെ ഫ്ലാറ്റിൽ അല്പം ഒച്ച അനക്കൊക്കെ വെച്ചു തുടങ്ങി. എന്തുകൊണ്ടോ വാവ എന്റെ കൂടെ ഉള്ള കാര്യം നരജനോട് ഞാൻ പറഞ്ഞില്ല. അവനത് പിടിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. എന്ത് വിശ്വസിച്ച കൂടെ താമസിപ്പിച്ചേ എന്നുള്ള ഡയലോഗ് കേൾക്കേണ്ടി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. പക്ഷേ മനുവേട്ടൻ അറിയായിരുന്നു. മനുവേട്ടനെ ഞാൻ വോൺ ചെയ്തത് കൊണ്ടും വാവയെ ഫ്രീ ആയി വായി നോക്കാൻ പറ്റുന്നത് കൊണ്ടും ആൾ ഇക്കാര്യം നരജനെ അറിയിച്ചില്ല.
അങ്ങനെ ഞാനും ഭാവിയും കൂടുതലെടുത്തു. അവൾ എനിക്ക് അനിയത്തെ, ഞാൻ അവളുടെ സ്വന്തം മധുവേച്ചിയായി, കൂട്ടുകാരിയായി, ഇടയ്ക്കിടയ്ക്ക് അമ്മയായി. അങ്ങനെ അവൾ എന്റെ പ്രാണനായി കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മാറി. പക്ഷേ ഞാനോ അവളോ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് സംഭവിച്ചത് വളരെ പെട്ടെന്നായിരുന്നു. എന്ത് ട്വിസ്റ്റ്? ഓ, ഈ പെണ്ണ് ബുക്കൊക്കെ വാരി വലിച്ചിട്ടേക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം അടുക്കി വെക്കണോന്ന്. ഇവളുടെ ഒരു കാര്യം. ആ, താഴെ പോയല്ലോ. ഇതെന്താ, ഡയറിയോ? ഫോട്ടോയോ? നേരഞ്ചന്റെ ഫോട്ടോ എങ്ങനെ ബാവയുടെ കയ്യില്? ആകെ ഒരു മരവിപ്പായിരുന്നു ആ സമയത്ത്. ഞാൻ ആകെ തകർന്നു പോയിരുന്നു. മറ്റൊരാളുടെ ഡയറി വായിക്കുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് ഞാൻ എടുത്ത് വായിച്ചു നോക്കി. നേരഞ്ചനോടുള്ള എന്റെ പ്രണയം ഒന്നുമല്ലാന്ന് ഞാൻ അറിഞ്ഞ നിമിഷമായിരുന്നു അത്. എന്റെ നേരഞ്ചനെ അവൾ ഓർമ്മ വെച്ച നാൾ മുതൽ സ്നേഹിക്കുന്നുവെന്ന്. അവനോട് അത് പറയാതെ ഒരു കനല് പോലെ അവൾ ആ പ്രണയം ഉള്ളിലിട്ട് നീറിക്കൊണ്ട് നടക്കുവാണെന്ന് ഞാൻ അറിഞ്ഞു. നേരഞ്ചൻ ഒരിക്കലും ഇങ്ങനെ ഒരു കുട്ടിയെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. പക്ഷേ ആ ഡയറിയിൽ കണ്ട ഓരോ വാക്കിലും അതിൽ നിറഞ്ഞു നിന്നത് അത്രയും അവനോടുള്ള അടങ്ങാത്ത പ്രണയമായിരുന്നു. എനിക്ക് പോലും ചെന്നെത്തിപ്പെടാൻ കഴിയാത്ത അത്രയും പരിശുദ്ധമായ പ്രണയം. അത് ആ വരികളിലൊക്കെ നിറഞ്ഞു നിന്നു. എന്റെ മുന്നിലേക്ക് അപ്പോൾ മിന്നി മാഞ്ഞത് വാവയുടെ നേരഞ്ചന്റെ മുഖമായിരുന്നു. ആകെ തകർന്നു പോയിരുന്നു ഞാൻ. വാവയോട് ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചില്ല. അത് അവളെ വേദനിപ്പിക്കുമോ എന്ന് ഞാൻ പേടിച്ചു. അവളെ എനിക്ക് നഷ്ടമാകുമോ എന്ന് ഞാൻ ഭയന്നു. ഹലോ അമ്മാവ. ആ, അമ്മാവനല്ല മധുമോളെ, ശേഖരങ്ങളാണ്. മോള് പറ്റുമെങ്കിലും നാട്ടിലേക്കൊന്ന് വരുമോ? അമ്മാവന് തീരെ വയ്യ. അയ്യോ, എന്താ പറ്റിയേ? അറിയില്ല മോളെ, ശ്വാസം മുട്ടലായിട്ട് കൊണ്ടുവന്നതാ. ഇപ്പതേ ഓപ്പറേഷൻ വേണമെന്ന്. മോൾ ഇങ്ങൊന്ന് വരുമോ? ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ? ആ, ഞാൻ വരാം അങ്കിൾ. ഇന്ന് തന്നെ ഇവിടെ നിന്ന് തിരിക്കാം. ശരി മോളെ. മധുവേച്ചി, ചേച്ചി കരയാണോ? ആ വാവേ, എനിക്ക് അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് പോകണം. അമ്മാവന് വയ്യാന്നും പറഞ്ഞ് വിളിച്ചു. നീ വരുന്നോ എന്റെ കൂടെ? എനിക്ക് ലീവ് ഇല്ലല്ലോ ചേച്ചി. മോളെങ്കിൽ ഇവിടെ നിന്നോ, ചേച്ചി പോയിട്ട് വേഗം വരാം. മനുവേട്ടനെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ചേച്ചി പൊയ്ക്കോളാം. എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ മോൾ ഏട്ടനെ വിളിച്ചാൽ മതി. ശരി ചേച്ചി. അന്ന് വാവേനെ അവിടെ മനുവേട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറി. അപ്പോഴാണ് നേരഞ്ചന്റെ കോൾ എന്നെ തേടി എത്തിയത്. അവൻ അടുത്ത ആഴ്ച വരുന്നുവെന്ന്. അതൊരു വിധത്തില് എനിക്ക് ആശ്വാസമായിരുന്നെങ്കിലും ഒരു പേടി എന്നെ വല്ലാണ്ട് കാർന്നു തിന്നാൻ തുടങ്ങിയിരുന്നു. അതെന്റെ വാവയോടുള്ള എന്റെ അമിത വാത്സല്യമായിരുന്നു. അവളെ വേദനിപ്പിക്കാൻ എനിക്കാവില്ലായിരുന്നു. ഞാൻ കാത്തിരുന്നത് നേരഞ്ചന്റെ വരവിനായിട്ടായിരുന്നു. നാട്ടിലെത്തി അമ്മാവന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരാഴ്ചയായി ഇപ്പോൾ. അവിടെ വാവയുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് മനുവേട്ടനായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇന്നായിരുന്നു നേരഞ്ചൻ വരുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ പറഞ്ഞ പോലെ അവൻ നാട്ടിലേക്ക് വന്നില്ല. വിളിച്ചിട്ട് ഫോണും കിട്ടിയില്ല. എന്താ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. അയ്യോ, ഡയറി തീർന്നു. ഇനിയില്ലേ? ആരാ ഈ വാവ? എന്തായിരിക്കും പിന്നെ ഉണ്ടായത്? നേരഞ്ചനേട്ടൻ എന്താ വരാത്തത്? മധുരച്ചിക്ക് എന്താ പറ്റിയത്? ഇതിപ്പോ എങ്ങനെ അറിയാം? വാവ, ആ കുട്ടിക്ക് എന്താ പറ്റിയത്? എന്നാലും ഓർമ്മ വെച്ച നാള് മുതൽ നേരഞ്ചനേട്ടനെ സ്നേഹിച്ച ഈ വാവ ആരായിരിക്കും? എനിക്കറിയില്ലല്ലോ ഇങ്ങനെ ഒരാളെ പറ്റി. എങ്ങനെ ഇപ്പൊ അറിയാ? ഈ കടങ്കഥയ്ക്കുള്ള ഉത്തരം ഇനി നീയാണ് പറയേണ്ടത്. ഇനിയുള്ള കഥ നീ തന്നെ പറയണം വാവേ. നേരഞ്ചനേട്ടനോട് ചോദിച്ചാല് ഏട്ടൻ എന്താ വരാത്തതെന്ന് അറിയാൻ പറ്റില്ലേ? അതോ മനുവേട്ടനോട് വാവയെ കുറിച്ച് അന്വേഷിക്കണോ? ഞാനിപ്പോ എങ്ങനെയാ മനുവേട്ടനെ കാണുന്നത്? ആ മീനാക്ഷി വെള്ളം അറിഞ്ഞ ഇത് പിന്നെ നാട് മൊത്തം പാട്ടാകും. എങ്ങനെയെങ്കിലും ബാക്കി അറിയണം. മധുവേച്ചിക്ക് എന്താ പറ്റിയത്? വാവ എവിടെ? എന്റെ ചേച്ചി എങ്ങനെയാ മരിച്ചത്? ഇതൊക്കെ എനിക്ക് അറിഞ്ഞേ പറ്റൂ. അച്ഛാ, നേരഞ്ചൻ എണീറ്റോ? ഇല്ലടാ, അവൻ മുറിയിലുണ്ട്. ആ അച്ഛാ, ഞാൻ വന്നത് ഇന്നലെ ഞാൻ ഉണ്ണിയെ കണ്ട് സംസാരിച്ചായിരുന്നു. കുറച്ച് ഡോണേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ടെസ്റ്റ് എല്ലാം അത്ര പോസിറ്റീവ് അല്ല. ഞാനിപ്പോ ആലോചിക്കുന്നത് എന്റെ സ്മൃതിയുടെയും കിഡ്നി കൂടി ടെസ്റ്റ് ചെയ്താലോ എന്നാ. സ്മൃതിമോള് സമ്മതിച്ചോ? ആ, അവൾക്ക് പ്രശ്നമൊന്നുമില്ല. പ്രായമായവരുടെ കിഡ്നി ഒന്നും ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. യങ്ങായവരുടെ കിഡ്നിയാണ് കുക്കുവിന് കൂടുതൽ നല്ലത്. അത് ശരിയാണ് ഈ പറഞ്ഞത്. നിങ്ങൾ രണ്ടും ടെസ്റ്റ് എടുത്തു വന്നിട്ട്? ഇല്ല അച്ഛാ, ഇന്ന് കുക്കുവിന് ഡയാലിസിസ് ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ കൂടെ ചെക്ക് ചെയ്യാന്ന് വെച്ചു. നേരഞ്ചൻ ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾ മൂന്ന് ഇറങ്ങിയാൽ മതി. വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ണി ചെയ്യുമല്ലോ. ആ, അതൊക്കെ അവൻ ചെയ്തോളും. പിന്നെ അച്ഛാ, എനിക്കിനി എപ്പോഴും ലീവ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് കുക്കുവിന്റെ ഡയാലിസിസിന്റെ സമയത്ത് അച്ഛനോ ജയനച്ഛനോ ഇനി മുതൽ പോണേ. അത് ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്തോളാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നലെ സ്മൃതിമോള് പറഞ്ഞു നിങ്ങൾ നാലും കൂടി ജയന്റെ നിമ്മിയുടെ വെഡിങ് ആനിവേഴ്സറി പ്ലാൻ ചെയ്യുകയാണെന്ന്. ശരിയാണോടാ? ആ, അത് ഞാൻ അച്ഛനോടും അമ്മയോടും പറയാനിരിക്കുമായിരുന്നു. നിങ്ങളുടെ കുറച്ച് സഹായങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ഒരു സർപ്രൈസ് പാർട്ടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. എല്ലാം സെറ്റാണ്. ഇനി പന്ത് ഞങ്ങൾ ഇട്ടുതരും. അച്ഛനും അമ്മയും ഗോൾ അടിച്ചാൽ മതി. അക്കാര്യം ഞങ്ങൾ ഏറ്റു. നീ ഇറങ്ങുവാണോ? ആ ഏട്ടത്തി, ഒരു ഡെലിവറി ഉണ്ട് രാവിലെ. അതെ, ഇന്ന് അമ്പലത്തിലൊന്നും പോകുന്നില്ലേ? ഭഗവതി തൊട്ടപ്പുറത്തുണ്ടല്ലോ ഏട്ടത്തി. അതുകൊണ്ട് ഇപ്പൊ അമ്പലത്തിൽ പോകേണ്ട ആവശ്യം എനിക്കില്ലല്ലോ.
അല്ല ഏട്ടത്തി ഇപ്പൊ ഫുഡൊന്നും ശരിക്കും കഴിക്കുന്നില്ലേ? എന്താടാ അങ്ങനെ ചോദിച്ചേ? ഏയ് ഒന്നുമില്ല, ബോഡി വീക്ക് ആയിട്ടുള്ളത് പോലെ തോന്നുന്നു, അതാ. ആ അത് ഈ ടെൻഷൻ കാരണ എപ്പോഴും. ടെൻഷനോ? ആ അത് പിന്നെ ഈ അമ്മയുടെ അച്ഛന്റെ ആനിവേഴ്സറി വരുമല്ലേ, അപ്പൊ അതിന്റെ ടെൻഷൻ. അതിനെന്തിനാ ഏട്ടത്തി ടെൻഷൻ അടിക്കുന്നത്? നമ്മളെല്ലാം സെറ്റ് ആക്കിയതല്ലേ. ഇന്ന് തന്നെ ഞാൻ വിളിച്ച് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. കുക്കോ ഏട്ടത്തിയും കൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാൻ നോക്കട്ടോ. ആ എങ്കില് ഞാൻ ഇറങ്ങട്ടെ, ലേറ്റ് ആയി. ആടാ എങ്കില് നീ ഇറങ്ങിക്കോ, ഇനി ലേറ്റ് ആവണ്ട. ശരി ഏട്ടത്തി, എങ്കില് വൈകിട്ട് കാണാം. ശരിയടാ ഞാൻ ഓ അറിയാതെ എങ്ങാനും കുക്കുവിന്റെ കാര്യം വായിൽ നിന്ന് വീണ് പോയിരുന്നേല് ഓർക്കാൻ കൂടി വയ്യ. കാണുന്നില്ലല്ലോ, എണീറ്റില്ലേ ആവോ? ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചാല് കടാക്ഷിക്കോ ആവോ അവിടത്തെ ഭഗവതി. ഈ കിച്ചേട്ടൻ എന്താ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നത്? അച്ഛനെ വല്ല നോക്കുവാണോ? അല്ലല്ലോ, അച്ഛൻ താഴെ ഉണ്ടല്ലോ. എന്തായാലും ഇവിടെ വരെ വന്നില്ലേ, ഒന്ന് കാണാൻ പറ്റുമോ നോക്കാം. വേറെ ആരും ഇല്ലല്ലോ, എന്റെ ഭാര്യയല്ലേ. കിച്ചേട്ടൻ ഇങ്ങോട്ട് വരുന്നു. അമ്മേ, അച്ഛാ. ആ നേരജ മോനോ? കേറി വാ മോനെ. മോൻ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയതാണോ? അതെ അച്ഛാ. ആ അമ്മയുടെ കാലിനിപ്പോ എങ്ങനെയുണ്ട്? ആ വരുന്നു നിമ്മി, ഈ വയ്യാത്ത കാലം കൊണ്ട് എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? ഇപ്പോ എങ്ങനെയുണ്ട് അമ്മേ? ആ കുറച്ച് കുറവുണ്ട് മോനെ. കുക്കു ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ടൊരാശ്വാസം. നിമ്മി കുറച്ച് ഓസ്കാർ എടുക്കട്ടെ, പുഴുങ്ങിയത്. അത് കൊണ്ടുപോയി നമ്മുടെ മറ്റവർക്ക് കൊടുക്കും. ഈശ്വര, എന്തൊരു ആക്ടിംഗ് ആണ് ഈ അമ്മ. കിച്ചേട്ടൻ ഫുഡ് കഴിച്ചോ ആവോ? മോൻ ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല അച്ഛാ, ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാം. ഇവിടെ ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ. നിമ്മി മോളെവിടെ? അവള് പോകാൻ റെഡിയാവുക, കുളിക്കുവാന്ന് തോന്നുന്നു. എങ്കില് ഞാൻ ഇറങ്ങുവാ. അമ്മ റെസ്റ്റ് ചെയ്യേ. കുക്കുവനോട് ഞാൻ പോയെന്ന് പറഞ്ഞേക്ക്. ഇയാള് ഫുഡ് കഴിക്കാതെ ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങനെ ഇന്ന് ഞാൻ ഇതാരുടെ ഫോണാ? അത് ഏട്ടന്റെ ഫോണാ. ഇങ്ങ താ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. മോളെ എന്താ നിന്റെ കയ്യില്? അച്ഛൻ കേട്ടില്ലേ അങ്ങേര് പറഞ്ഞത്, ഫുഡ് കഴിച്ചില്ലാന്ന്. ഇത് ഏട്ടന് കഴിക്കാനുള്ള ഫുഡാ, ഞാൻ കൊടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ പുത്രിക്ക് അവരോട് സ്നേഹമൊക്കെ ഉണ്ട്. പോയിട്ട് വരട്ടെ ആള്. ഇത് വീണ്ടും വിളിക്കുവാണല്ലോ. ഹലോ ഡോക്ടർ? ഡോക്ടർ അല്ല, ഡോക്ടറിന്റെ വൈഫാണ്. സോറി മാം, ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങിയോ? ആ ഇറങ്ങാൻ തുടങ്ങുവാ. ഓക്കെ മാം, ഡെലിവറി 11 മണിക്കാണെന്ന് ഒന്ന് പറഞ്ഞേക്കണേ. ശരി, പറഞ്ഞേക്കാം. അപ്പോ എന്നെ വാൾപേപ്പർ ആക്കിയല്ലേ? അയ്യോ സമയായി. ഏയ് ഒന്ന് നിന്നേ. എന്താടോ? ഫോൺ മറന്നു വെച്ചില്ലേ? ഓ താങ്ക്സ്. ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് ഡെലിവറി ടൈം 11 മണിയാണെന്ന് പറഞ്ഞു. ഓക്കെ. ഇതെന്താ കയ്യില്? ഇത് ഇയാൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാ, ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കണ്ടെന്ന് അമ്മ പറഞ്ഞു. നിമ്മിയമ്മ തന്നു വിട്ടതാണോ? അതെ. എങ്കിലും അത് മാഡാണെന്ന് സമ്മതിക്കരുത് കേട്ടോ. പോകുന്നില്ലേ? ഞാൻ പോവാ. താൻ വരുന്നുണ്ടോ? ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ. തനിക്ക് ക്യാഷ് എന്തെങ്കിലും വേണോ? വേണ്ട, വേണമെങ്കിൽ ഞാൻ ചോദിച്ചോളാം. അത് പിന്നെ അമ്മയ്ക്ക് കാലിന് കുറഞ്ഞാ താൻ വീട്ടിലേക്ക് വരുമോ? അതായത് അങ്ങോട്ട് വരുമോ ഇനി? ലേറ്റ് ആവുന്നു, ഡോക്ടർ ചെല്ലാൻ നോക്ക്. താൻ വരില്ല എന്നറിയാം, എങ്കിലും ചോദിക്കാതിരിക്കാൻ മനസ്സ് വന്നില്ല, അതുകൊണ്ടാ. സോറി കുക്കു. ഈ മഴപ്പാറ്റയ്ക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ ഭഗവാനെ. എന്താണോ എന്തോ, എന്തായാലും ആൾക്കെന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കുക്കു, നമുക്ക് ഇറങ്ങാം മോളെ. പോകാം ചേച്ചി. ഇതെന്ത് പറ്റി? ഇന്ന് മുഖത്ത് വല്ലാത്തൊരു തെളിച്ചുണ്ടല്ലോ എന്റെ അനിയത്തി കുട്ടിക്ക്. ഏയ് അതേട്ടനെ വെറുതെ തോന്നുന്നതാ. ചിലപ്പോ ആയിരിക്കും. ചിലരൊക്കെ വന്നതിൽ പിന്നെ ചിലർക്കൊക്കെ ഒരു മാറ്റം കാണുന്നുണ്ട്. ഏട്ടാ, നിങ്ങൾ എന്താ ഇന്ന് എന്റെ കൂടെ വരുന്നേ? നമുക്കൊരു ഡോണറിനെ കണ്ടുപിടിക്കണ്ടേ? ഇങ്ങനെ ഡയാലിസിസ് മാത്രം ചെയ്തുകൊണ്ട് നടന്നാ പോരല്ലോ. അതിന് നിങ്ങളാണോ എന്റെ ഡോണേഴ്സ് ആയിട്ട് വരണേ? ചിലപ്പോ ഞങ്ങളായിരിക്കും. ടെസ്റ്റ് കഴിഞ്ഞിട്ട് പറയാം. ഏയ് അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല. ഡേ പെണ്ണെ, മിണ്ടാതെ അവിടെ ഇരുന്നോണം. എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇപ്പൊ കിടന്ന് കൈയും കാര്യമായിട്ട് അടിച്ചാൽ മതിയല്ലോ. ഉണ്ണി, എപ്പോഴത്തേക്കാ എന്റെ സ്മൃതിനെ ടെസ്റ്റ് റിസൾട്ട് കിട്ടുക? വൈകുന്നേരത്തിനുള്ളില് തരാട്ടാ. ഓക്കേടാ, എങ്കില് ഞങ്ങള് വെയിറ്റ് ചെയ്തോളാം. തനിക്ക് വിശക്കുന്നുണ്ടോ? ഇല്ല ഏട്ടാ, എനിക്ക് ആകെ ഒരു ടെൻഷൻ. എന്റെ കിഡ്നി കുക്കുവിന് ചേർന്നില്ലെങ്കിൽ.
എടോ, താൻ ഇങ്ങനെ നെഗറ്റീവ് ആവാതെ പോസിറ്റീവായിട്ട് വിചാരിക്കുക. കുക്കുവിനെ നമ്മളെ രക്ഷപ്പെടുത്തിയെടുക്കും. കിച്ചേട്ട ഫുഡ് കഴിച്ചു കാണോ? ഒരു മെസ്സേജ് ഇടാം, നോക്കുമായിരിക്കും. നോക്കുവാണെങ്കിൽ നോക്കട്ടെ. തന്നു വിട്ട ഫുഡ് കഴിച്ചോ? മതി, സെറ്റ്. കുക്കുവിന്റെ മെസ്സേജോ? തന്നു വിട്ട ഫുഡ് കഴിച്ചോന്ന് റിപ്ലൈ കൊടുക്കാം. കഴിച്ചു. താൻ കഴിച്ചോ? ഞാൻ കുറച്ച് തിരക്കിലാണ്, പിന്നെ മെസ്സേജ് ചെയ്യാം. അപ്പൊ കഴിച്ചു. ഞാൻ കഴിച്ചു. ഓക്കെ, ടേക്ക് കെയർ. ഇതൊരു പുതിയ ഫീലാണല്ലോ ദൈവമേ. എന്താ എനിക്കിതൊക്കെ ഇഷ്ടമാകുന്ന പോലെ. എന്തുവാടേ ഇത്? ഈ പൊട്ടൻ ഇതുവരെ ഇതൊന്നും കത്തിയില്ലേ? കുറെ നാളായല്ലോ. നിരൂപേട്ട, ഉണ്ണി, എന്തായടാ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു. സ്മൃതിയുടെ കിഡ്നി കുക്കുവിന് ചേരും. ആ സ്മൃതി സത്യം തന്നെയാ. ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം, പേടിക്കണ്ട. നമ്മുടെ കുക്കുവിന് ഒന്നും വരില്ല. താങ്ക് ഗോഡ്. ഞാൻ എല്ലാരെയും വിളിച്ച് പറയട്ടെ. ഹലോ അമ്മേ, ഞാനാ. പറ മോനെ. സ്മൃതിയുടെ കിഡ്നി കുക്കുവിന് ചേരും. ഇപ്പോഴാ റിസൾട്ട് വന്നത്. അമ്മ എല്ലാരോടും ഒന്ന് പറഞ്ഞു കേട്ടോ. ഈശ്വര, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അമ്മ പറഞ്ഞേക്ക എല്ലാരോടും. ശരി അമ്മേ. ഏട്ടാ, മോളെ, എല്ലാം ഭംഗിയായി വരാൻ പോവാ. നീ ജീവിതത്തിലേക്ക് തിരികെ വരാൻ പോവാ. എന്താ പറ്റേ? ഡേ, അത് കണ്ടോ? നിന്റെ പാതി പ്രാണനല്ലേ ആ നിൽക്കുന്നത്? അവള് നിനക്കിപ്പം അവളുടെ പാതി ജീവനും കൂടി നിനക്ക് പകുത്ത് നൽകാൻ പോവുക. ഞങ്ങളുടെ കുക്കു ജീവിതത്തിലേക്ക് തിരികെ വരാൻ പോവുക. ഏട്ടൻ പറഞ്ഞു വരുന്നത് ചേച്ചിയുടെ കിഡ്നി എനിക്ക്. സ്മൃതിയുടെ കിഡ്നി നിനക്ക് ചേരും. ഇപ്പോഴാ റിസൾട്ട് വന്നത്. ഏട്ടാ, ഇത് വേണമായിരുന്നോ? ചേച്ചിയുടെ കിഡ്നി എനിക്ക് എന്തോ ഒരു പേടി പോലെ. ഒന്നും പേടിക്കാനില്ല മോളെ, എല്ലാം നന്നായിട്ട് തന്നെ വരും. ഏട്ടാ, നിരഞ്ജൻ, നിങ്ങളെ മൂന്നും എന്താ ഇവിടെ നിൽക്കുന്നത്?